ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഡിമെൻഷ്യയെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഡിമെൻഷ്യ ഉള്ള ആളുകളിലുള്ള 3 പ്രത്യേകതകളെ പറ്റിയാണ്. ഈ പ്രത്യേകതകൾ നമ്മൾ അവരെ കെയർ ചെയ്യുന്നവർ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഒന്നാമതായിട്ടുള്ളത്, ഡിമെൻഷ്യ ഉള്ള വ്യക്തികൾ വളരെ നിഷ്കളങ്കരായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണെന്നല്ലേ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കാം. നിങ്ങൾ അവനെ കണ്ടല്ലോ, അവൻ ഞങ്ങളുടെ സ്പെഷ്യൽ ചൈൽഡാണേ. അപ്പം അവന്റെ ഒരു നിഷ്കളങ്കത നിങ്ങൾ കണ്ടോ? ഞാൻ ഹലോ പറയാൻ പറയുമ്പോൾ ഹലോ പറയും, ബൈ പറയാൻ പറയുമ്പോൾ ബൈ പറയും. അതിന് അവൻ ആ ഒരു ഉമ്മ തന്നത് കണ്ടോ? അപ്പൊ അവര് വളരെ ഒരു നിഷ്കളങ്കമായിട്ടല്ലേ പെരുമാറുന്നത്. അപ്പം അവനാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു തുടക്കത്തിൽ അവന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്ന് അറിയുന്ന സമയത്തൊക്കെ നമുക്കൊരു പ്രീ അക്സെപ്റ്റൻസ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് എല്ലാവരെയും പോലെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മൂത്ത മകൻ ജൂഡ് എന്നാണ് ഇവന്റെ പേര്. അവൻ വന്നിട്ട് പറഞ്ഞു, മമ്മി എന്തിനാ വിഷമിക്കുന്ന ജോയെ പറ്റി ഓർത്തിട്ട്? മമ്മി ഒന്ന് ആലോചിച്ച് നോക്കും. അവന് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? അവൻ ആരോടെങ്കിലും കുശുമ്പുണ്ടോ, അസൂയുണ്ടോ, വൈരാഗ്യമുണ്ടോ? അപ്പം അങ്ങനെ മാനുഷികമായ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ പോകുന്ന അവൻ എന്ത് നിഷ്കളങ്കനാണ്. അപ്പം അവനൊരു ഏഞ്ചലിന് തുല്യമല്ലേ. അപ്പം അങ്ങനെ അവനെ പോലുള്ള ഒരു ഏഞ്ചൽ നമ്മുടെ ഫാമിലിയിൽ ജനിക്കണമെങ്കിൽ നമ്മൾ അത്ര ലക്കി അല്ലേ. അപ്പം നമ്മൾ അതുപോലെ അവനെ നമുക്ക് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ആ വാക്കുകൾ എനിക്ക് ഒത്തിരി ഒരു ബലവും ഒരു സന്തോഷവും ഒക്കെ തന്നു. ഇന്നും എനിക്ക് ആ വാക്കുകൾ എനിക്ക് വളരെ ഊർജം തരുന്ന, അല്ലെങ്കിൽ അത് ചിന്തിക്കുമ്പോഴേ എനിക്ക് മുന്നോട്ട് ഉള്ള ഒരു ഊർജം തരുന്ന വാക്കുകളാണ്. ചില സമയങ്ങളിൽ കുട്ടികളാണ് നമുക്ക് പിന്നെ കൂടുതലൊരു ബോധം നമ്മളിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ മൂത്ത മോൻ പറയും, ഇവനെ പോലെയുള്ള ഒരു അനിയനെ അല്ലാതെ എനിക്ക് വേറെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അവൻ എന്ത് നിഷ്കളങ്കനാണ്. അപ്പം അതുപോലെയാണ് നമ്മൾ ഡിമെൻഷ്യ ഉള്ള ആളുകളും. അവർ വളരെ നിഷ്കളങ്കരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ അറിയാതെയാണ് ചെയ്യുന്നത്. അവരുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെയാണ് അവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിമെൻഷ്യ ഉള്ളവരെ കെയർ ചെയ്യുന്നവർക്കാണ് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിനേക്കാളും ബുദ്ധിമുട്ടുകൾ നമ്മൾ നോക്കിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്നുവെച്ചാൽ അവരുടെ നോക്കുന്നവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. അവരിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരും. അവർ ചില സമയത്തൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആവും, ഫെഡപ്പ് ആവും, ഭയങ്കര ടയേർഡ് ആവും. അപ്പം ഡിമെൻഷ്യ ഉള്ള ആളുകളെ നോക്കുന്നവരാണ് ഡിമെൻഷ്യ ഉള്ള ആളുകളെക്കാളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പല കാര്യങ്ങളും ചെയ്യുക. അതായത് ചിലപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് യൂറിൻ പാസ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ നിൽക്കുമ്പോൾ അടിക്കുക, ദേഷ്യപ്പെടുക, ഇറങ്ങിപ്പോവുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിഷമവും ഒരു ചെറിയ ദേഷ്യമൊക്കെ തോന്നും അല്ലേ ചിലർക്ക്. പക്ഷെ നമ്മൾ അന്നേരം വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നും അവരുടെ ശരിയായിട്ടുള്ള ഒരു മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ല, അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ അത്രയ്ക്ക് നിഷ്കളങ്കരാണ്. നമുക്കറിയാം, ഇപ്പം സ്പെഷ്യൽ നീഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അവർ ബൈ ബർത്ത് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ ഒരു ലൈഫ് വന്നു, അവരുടെ ലൈഫ് ജേർണിയിൽ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവരിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോൾ അന്ന് മുതൽ അവർ ഒരു നിഷ്കളങ്കരാണ്. അപ്പം നമ്മൾ ഈ പിള്ളേരെ കാണുന്നത് പോലെ തന്നെ ഒരു ഒരു ഏഞ്ചൽസിനെ പോലെ തന്നെ അവരെ കണ്ട് നമ്മൾ കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാ സാഹചര്യത്തിലും നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ലതായിരിക്കും. നമുക്ക് തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ചിന്തിക്കാനും സന്തോഷമായിട്ട് ചിന്തിക്കാനും ഒക്കെ അത് നല്ലതായിരിക്കും. നമുക്കറിയാം, ഈ നമ്മുടെ സ്പെഷ്യൽ നീഡായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടുകയും ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ചിലപ്പം കൂടെയുള്ളവരെ അടിക്കാൻ പോകുന്നതും ഒക്കെ കാണാം. അത് അവർ ആ ആളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവരുടെ നീഡ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടാകുമ്പോഴൊക്കെയാണ് അവർ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവരുടെ നീഡ് എന്താണ് അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരിലുള്ള ആ ബിഹേവിയർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഡിമെൻഷ്യ ഉള്ള ആളുകളെയും നമ്മൾ അവരെന്തിനാണ് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇറങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഉടനെ തന്നെ പാൻസും ലൂടുപ്പൊക്കെ വെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അവർ വെറ്റ് ചെയ്യുന്നത്, അങ്ങനെ അവരെ നമ്മൾ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്
അവരെ ഡിമെൻഷ്യ എന്ന അവസ്ഥ നമ്മൾ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരെ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കെയർ ബേർഡൻ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിമെൻഷ്യ ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ് അവരിലുള്ള ഇമോഷണൽ മെമ്മറി, അതായത് അവരുടെ ഫീലിങ്സ് അവരിൽ എപ്പോഴും ഉണ്ടാകാം. നമുക്കറിയാം അവരുടെ മെമ്മറി ഗ്രാജുവലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ മെമ്മറി എല്ലാം പോയാൽ തന്നെയും അവരിൽ ശേഷിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ മെമ്മറി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അവരവരുടെ പാസ്റ്റിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം, അതേ സംഭവം അവരുടെ പ്രസന്റിൽ കാണുമ്പോൾ അവർക്ക് അന്ന് പാസ്റ്റിൽ ഈ കാര്യം സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥലം കണ്ടപ്പോൾ, ഈ സ്ഥലത്ത് പോകുമ്പോൾ, ഇല്ലെങ്കിൽ ആ ഒരാളിനെ കാണുമ്പോൾ അവർക്ക് എന്ത് ഫീലിംഗ് ആണോ തോന്നിയത് ആ ഫീലിംഗ് അവർക്ക് പ്രസന്റിൽ ആ സംഭവം കാണുമ്പോഴും ഓർക്കും. പക്ഷെ അതിലുള്ള ആളുകളെയോ ഇൻക്ലൂഡ് ആയിട്ടുള്ളവരെയോ സ്ഥലമോ ഒന്നും അവരുടെ മനസ്സിൽ ഇങ്ങനെ വരില്ല. പക്ഷെ അന്നേരം അവർക്കുണ്ടായ ഫീലിങ്സ് അവരിൽ ഉണ്ടായിരിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളൊരു വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, അവരൊരു കൊച്ചു കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഒരു ഡോളൊക്കെ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അമ്മമാരായിട്ട് ഉള്ള സ്ത്രീകൾ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഈ കുഞ്ഞിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡോളിനെ കാണുമ്പോൾ അവരുടെ ഒരു ചൈൽഡ് ബർത്തിന്റെ ടൈമാണ് അവർ ഓർക്കുന്നത്. അവർക്ക് കുഞ്ഞുണ്ടായ സമയങ്ങളൊക്കെ ആയിരിക്കാം അവർ ഓർക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു സമയമല്ലേ. അപ്പോൾ അത് അവരിൽ ഒരു സന്തോഷം ഉണ്ടാകും. പക്ഷെ അന്നുണ്ടായ കുഞ്ഞിന്റെ മുഖമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് ആ കുഞ്ഞുണ്ടായ സമയങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ ആ ഫീലിങ്സ് അവരിൽ ഉണ്ടാകും. അപ്പം ഫീലിങ്സ് എന്നും അവരിൽ നിലനിൽക്കും. അപ്പം ഞാൻ പറയാം, അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ആ സ്ഥലം പണ്ട് അവരെങ്ങനെയായിരുന്നു, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗാർഡനിങ് ഇഷ്ടമുള്ള ഒരാൾ ഒരു ഗാർഡൻ കാണുമ്പോൾ അവരുടെ ഗാർഡനിൽ ഉണ്ടായിരുന്ന ഫ്ലവർ എന്തായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർക്ക് ഓർമ്മ കാണില്ല, അവരെന്തൊക്കെയാ ചെയ്തതൊന്നും ഓർക്കില്ല. പക്ഷെ ഗാർഡനിങ് അവർക്ക് ഇഷ്ടമായിരുന്നു, ഗാർഡനിങ് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമായിരുന്നെങ്കിൽ അവർക്ക് ആ ഗാർഡൻ കാണുമ്പോൾ അവരിൽ അതേ സന്തോഷം ഉണ്ടാകും. അതായത് ഫീലിംഗ് ഒരിക്കലും അവരിൽ നിന്ന് പോകില്ല, ഫീലിങ്സ് അവരിൽ നിന്ന് നിലനിൽക്കും. അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഞാൻ സെന്റ് ജൂഡ് സ്കൂളിലാണ് പഠിച്ചത്. കൊല്ലത്തെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് കരുതുന്നത്. അപ്പൊ എനിക്ക് സെന്റ് ജൂഡിലാണ് പഠിച്ചതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എനിക്ക് സെന്റ് ജൂഡിനോടും സ്കൂളിനോടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ടാണ് ഞാൻ എൻ്റെ മൂത്ത മകൻ ജൂഡ് എന്നാണ് പേര് ഇട്ടേക്കുന്നത് കേട്ടോ. അത് സെന്റ് ജൂഡിനോടും മറ്റേ സ്കൂളിനോടും ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഞാനപ്പോൾ നമുക്ക് ആ സ്കൂള് കാണുമ്പോൾ നമുക്ക് പല നല്ല നല്ല മെമ്മറീസും ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്ന് LKG-യിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരയുമ്പോഴൊക്കെ വന്ന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കും. നമുക്ക് ഇങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ തുറന്നു വരികയും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അമ്മാമയെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇമോഷനാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ സ്കൂളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരെ എല്ലാം ഓർക്കും, നമുക്കൊരു ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് വരും. അപ്പം അത് നമ്മുടെ ഷ്യാം സാറിനെ കുറ്റിയൊക്കെ ഓർക്കുമ്പോൾ നല്ല തമാശയാണ്. ശരിക്കും പറഞ്ഞാൽ ഷ്യാം സാറ് ഹൈസ്കൂളിൽ കുട്ടികൾക്കാണ് സാറ് ഹിന്ദിയാണ് എടുക്കുന്നത്. അപ്പം സാറിൻ്റെ ക്ലാസ്സിൽ ഒരു 3rd റാങ്ക് വരെയൊക്കെ ഉള്ളവരെ ക്ലാസ്സിൽ പാസ്സാവാറുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒരു 2, 3, 4 ആയിരിക്കും അവരുടെ എല്ലാ പേപ്പറിലെ മാർക്ക്. അപ്പോൾ പേപ്പർ കിട്ടുമ്പോൾ നമ്മുടെ നീലമഷിയേക്കാളും കൂടുതൽ സാറിൻ്റെ റെഡിങ് ആയിരിക്കാണ് അത് കാണുന്നത്. അപ്പം പക്ഷെ നമ്മൾ ഈ 3-4 മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് മറ്റുള്ള സബ്ജക്റ്റിന് ചെറിയ മാർക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതൊന്നും ഇതിന് തോന്നാറില്ല. മാർക്ക് 4-5 ആണെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തിരിക്കുന്നവർക്കും കൂടുതലുള്ള എല്ലാവർക്കും 1-2 കുട്ടികൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ബോർഡ് എക്സാം വരുമ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് വരും. സാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ തെറ്റുകൾ വരെ നമ്മളെ കാണിച്ചു തന്നു അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് മാർക്ക് വരുന്നത്. അപ്പോൾ തന്നെയല്ല സാറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ തെറ്റൊക്കെ പറഞ്ഞാൽ നല്ല അടി വരും, എല്ലാവരെയും നല്ല അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നൊക്കെ ആണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അന്നൊക്കെ അത് നമുക്ക് വലിയ പരാതി വരുമ്പോൾ ഉണ്ടായിട്ടില്ല. സ്റ്റീഫൻ ചെല്ലിനൊക്കെ നല്ല അടി കൊണ്ടിട്ടുണ്ട്. കൂടുതലും ബോയ്സിനാണ് അടി കിട്ടാറ്. അവർ പുറത്തേക്ക് കാണിക്കുമ്പോഴൊക്കെ അടി കിട്ടും. പക്ഷേ ഗേൾസിന് ഇങ്ങനെ മാർക്ക് കുറയുന്നതിന്, റാങ്ക് പുറകോട്ട് പോകുന്നതിനൊക്കെയാണ് അടി കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഒരു വട്ടം അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല. പക്ഷേ അവരെയൊക്കെ ഓർക്കുമ്പോഴെപ്പോഴും റെസ്പെക്റ്റോടുകൂടി സ്നേഹത്തോടുകൂടി മാത്രമേ ഓർക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ ഓർക്കുക. ഞാനിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലീവിനൊക്കെ വരുമ്പോൾ നമ്മൾ സെഞ്ചുറി പള്ളിയിലൊക്കെ പോകും. അപ്പോൾ പോകുമ്പോൾ ഞാൻ ലൈക്ക് സ്കൂളും അതിൻ്റെ എന്താ പറയുന്നത് ആ സ്റ്റേജൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എന്നിലേക്ക് വരുന്നത്. അത് നമ്മളവിടെ കുഞ്ഞാനിപ്പം ഡാൻസ് ഒക്കെ കളിച്ചതും ആനിവേഴ്സറി അന്ന് പേരൻസ് വരുന്നതും ചായ കൊണ്ട് വരുന്നതും ആ ഒരു അന്നേരം നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം അന്നേരം തോന്നാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ സെന്റ് ജൂഡ് സ്കൂളിലോട്ട് പോയി സ്കൂട്ടിൽ കൊണ്ട് അച്ചായൻ്റെ കടയും ഒക്കെ ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചു പോരും. തിരിച്ചു പോകുന്ന സമയം വീട്ടിലെത്തുന്നത് വരെ അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ ഞാൻ സെന്റ് ജൂഡിന്റെ അവിടുത്തെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും പിള്ളേരോട് പറയുന്നത്. പിള്ളേരൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ കേട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് മേറ്റ്സ് ആയിട്ടുള്ള ഒത്തിരി പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള പ്രസിഡന്റ് നമ്മുടെ ഡോക്ടർ റോസ്ന രവീനം, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി പേര് ഉണ്ട്. പല പ്രമുഖ ഹോസ്പിറ്റലുകളിലുള്ള കൺസൾട്ടന്റുമാരും നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച് ഒത്തിരി പേരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫിലിം സ്റ്റാർ തിലകൻ്റെ മക്കള്, പിന്നെ സോഫിയ, സോണിയ, അവരൊക്കെ ഞങ്ങളുടെ സ്കൂളിലാണ് പഠിച്ചത്. ഒരാളെൻ്റെ സീനിയർ, ഒരാളെൻ്റെ ജൂനിയറും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് നമുക്ക് എന്താ പറയുക ഓർത്തിരിക്കാനും ഭയങ്കര പ്രൗഡായിട്ടൊക്കെയുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പം സെന്റ് ജൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം അതുപോലെ ആ സെന്റ് ജൂഡ് കാണുമ്പോൾ എനിക്കിപ്പോഴും ആ ഒരു ഫീലിംഗ് വരും, ആ ഒരു സന്തോഷം. അല്ലെങ്കിൽ അവിടെ എന്തോ ആയിരുന്നു ഞാൻ എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ എനിക്കുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ
ഡിമെൻഷ്യ ഉള്ള ആളുകൾ, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, പിന്നെ കാഴ്ചകൾ, ഫോട്ടോകൾ, ആളുകൾ, ഇവരെയൊക്കെ കാണുമ്പോൾ അവരിൽ അന്ന് ഉണ്ടായ ഒരു ഫീലിംഗ് അവരിലേക്ക് വരും. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, അവർക്ക് ദുഃഖമുണ്ടാക്കുന്ന വീഡിയോകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അതൊക്കെ കാണുമ്പോൾ അവരിൽ കൂടുതൽ വിഷമം എന്നൊരു ഫീലിംഗ് ഉണ്ടാവണം. അവർ ഈവൻ അതിന് സംഭവങ്ങളോ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡൊക്കെ മരിച്ച സംഭവം അല്ലെങ്കിൽ ആരാ മരിച്ച അങ്ങനെയൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാകില്ല. പക്ഷേ ആ ഒരു കിണറിലൊക്കെ കാണുമ്പോൾ അവരിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായത് അത് അവരിൽ ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമതായിട്ടുള്ളതെന്ന് പറയുന്നത് അവരുടെ റിയാലിറ്റിയാണ്. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഡിമെൻഷ്യ പീപ്പിൾ ഒരു നമ്മളൊരു സർക്കിൾ നിർത്തുക, ഡിമെൻഷ്യ അല്ലാത്തവരെ ഒരു സർക്കിൾ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നവരെയൊക്കെ ഒരു സർക്കിളിൽ നിർത്തുക. ഈ ഡിമെൻഷ്യ ഉള്ള ആളുകൾക്ക് ഒരിക്കലും നമ്മുടെ സർക്കിളിലേക്ക് വരാൻ പറ്റില്ല. നമുക്ക് അവരുടെ സർക്കിളിലേക്ക് പോകാനേ പറ്റുകയുള്ളൂ. അതായത് അവരുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അവരെ കെയർ ചെയ്യാനായിട്ട്. അവർക്ക് ഒരിക്കലും നമ്മളെ അഡാപ്റ്റ് ചെയ്യാനോ നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരാനോ സാധിക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡിമെൻഷ്യ ഉള്ള ഒരാൾ പറയുകയാണ്, നമുക്കറിയാം ഇതിപ്പോൾ ഡേ ടൈം ആണ് എന്നൊക്കെ. ഒരു ഡിമെൻഷ്യ ഉള്ള ഒരാൾ പറയുക, ഓ ഇതിപ്പോൾ നൈറ്റ് ടൈം ആണല്ലോ, ഇതേ ഭയങ്കര മഴയൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ഇവരെന്താ പറയുന്നത്, ഇത് നല്ല സൂര്യപ്രകാശം ഉണ്ടല്ലോ, എന്നിട്ട് ഇതിപ്പോൾ നൈറ്റ് ആണെന്ന് മഴയൊക്കെ പെയ്യുന്നെന്ന് പറയുന്നു. പക്ഷെ അന്നേരം നമ്മൾ അവരെ തിരുത്താൻ നിൽക്കരുത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു നമ്മൾ മനസ്സിലാക്കണം, അതാണ് അവരുടെ റിയാലിറ്റി. അപ്പോഴും നമ്മൾ ആണോ മഴയാണോ അതെ ഇടിയുണ്ടോ അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ അവരോടൊന്ന് ജസ്റ്റ് സംസാരിച്ചാൽ മതി. അല്ലാതെ അവരോടല്ല ഇത് പകലാണ് നല്ല വെട്ടം ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ പോയാൽ അവരോടനെ ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുന്നതായിട്ടൊക്കെ കാണാം. അപ്പോൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും അവരെ കെയർ ചെയ്യുന്നത് അവരുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കണം. അവർക്കൊരിക്കലും നമ്മുടെ റിയാലിറ്റിയിലേക്കോ നമ്മളുടെ സത്യങ്ങളിലേക്കോ വരാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ അവരുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അവരെ കെയർ ചെയ്യേണ്ടത്. അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഈ വരുന്ന വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ 3 പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. ഒന്നാമത് നമ്മൾ കെയർ ചെയ്യുമ്പോൾ അറിയുന്നത് അവർ വളരെ നിഷ്കളങ്കരായിരിക്കും. അവരുടെ ഇമോഷണൽ മെമ്മറി ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അവരുടെ ഫീലിങ്സ് എപ്പോഴും അവരിൽ ഉണ്ടാകും. മൂന്നാമതായിട്ടുള്ളത് അവരെപ്പോഴും അവരുടെ റിയാലിറ്റിയിലായിരിക്കും. അവർക്കൊരിക്കലും നമ്മുടെ റിയാലിറ്റിയിലേക്കോ നമ്മളിലേക്കോ വരാൻ അവർക്ക് സാധിക്കില്ല. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ അവരെ കെയർ ചെയ്യാനായിട്ട്. അപ്പം കൂടുതൽ ഇൻഫർമേഷനുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ, താങ്ക് യു.